ഹായ്, ഇറ്റ്സ് മീ അഭിരാമി സുരേഷ്. ഞാനിപ്പം നേരിട്ട് തിയേറ്ററിൽ നിന്ന് വന്ന് ഇറ്റ്സ് ടൈം ഇസ് 12:45 ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. തിയേറ്ററിൽ നിന്ന് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ആൻഡ് എൻ്റെ ആദ്യത്തെ തന്നെ ഒരു ഫിലിം റിവ്യൂ ആണിത്. ആൻഡ് എന്തുകൊണ്ട് തിയേറ്ററിൽ നിന്ന് അങ്ങനെ വന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ തന്നെ ചെയ്താൽ എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് നിങ്ങളിലേക്ക് അങ്ങനെ തന്നെ അറിയിക്കാൻ പറ്റുള്ളൂ. വേറൊരു സിനിമയെ പറ്റിയല്ല, ആടുജീവിതം, ദി ഗോട്ട് ലൈഫ് ബൈ ബ്ലെസ്സി സർ ആൻഡ് ദ ബ്രില്യൻറ്റ് പൃഥ്വിരാജ് സുകുമാരൻ. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റി സംസാരിക്കുമ്പോഴും എന്ത് ആസ്പെക്റ്റിൽ നിന്ന് സംസാരിച്ച് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും. ലൈക്ക് ഇങ്ങനെ സ്പെഷ്യലി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരിൽ ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് ബ്ലെസ്സി സാറിനെ പറ്റി സംസാരിച്ച് തുടങ്ങണോ, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടറെ പറ്റി സംസാരിച്ച് തുടങ്ങണോ എന്നുള്ള കാര്യം ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് വിഷ്വൽ ബ്രില്യൻസിനേക്കാൾ കൂടുതൽ നമ്മൾ വിഷ്വൽ ബ്രില്യൻസ് പറഞ്ഞാൽ നമ്മൾ കണ്ട് ഇരിക്കുന്ന ഒരു ബ്രില്യൻസിനെ പറ്റി, എസ്തറ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ ബ്രില്യൻസിൽ വരെ. പക്ഷെ ഇതെന്ന് പറയുന്നത് കഴിവിൻ്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു. ദ മൂവി വാസ് എൻ എക്സിബിഷൻ ഓഫ് ടാലൻറ്റ്. ബ്ലെസ്സി സാറിൻ്റെയും രാജേട്ടൻ്റെയും ഒക്കെ പല ഇൻ്റർവ്യൂസിലും ഞാൻ കേട്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 16 വർഷം എടുത്തു ഈ ഒരു ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ, ആകെ മൊത്തം എന്ന് പറഞ്ഞ ഉള്ള കാര്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ഇതാണെങ്കിലും ക്യാമറ ടെക്നിക്സ് എല്ലാം, ഈവൻ ദി ക്യാമറ ദാറ്റ് വി ഗെറ്റ് ടുഡേ, ഇന്ന് കിട്ടുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നും തന്നെ 16 വർഷം മുമ്പ് ഇവർ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ വി ഫീൽ ലൈക്ക്, എനിക്ക് വെരി ജെന്യുവൻലി സ്പീക്കിംഗ്, എനിക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് ഒട്ടും ഒരു മലയാള സിനിമ നമ്മളെപ്പോഴും ഈ ഓസ്കർ നോമിനേഷൻ പോലത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ അധികം മലയാള സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിരിക്കെ പോകെ ഇതിൻ്റെ ഒരു പ്രോഗ്രസീവ് ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. നമ്മളത് നാടിൻ്റെ ഒരു നനവിൽ നിന്ന് തുടങ്ങി, അതായത് ഒരു നനവിൽ നിന്ന് തുടങ്ങി കംപ്ലീറ്റ് നമ്മൾ AC തിയേറ്ററിൽ ഇരുന്നിട്ട് ചൂടും ആ ഒരു വെള്ളം കിട്ടാത്ത ഒരു ഇതും ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നത് അത് ആ ഡയറക്ടറിൻ്റെ ഒരു അൺഇമാജിനബിൾ ബ്രില്യൻസ് ആണ്. ആൻഡ് കമ്മിങ് ടു പൃഥ്വിരാജ് സുകുമാരൻ, എനിക്കറിയില്ല, എനിക്ക് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു സിനിമയിൽ നമ്മളെല്ലാ രാജേട്ടൻ്റെ സിനിമകൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫേവറേറ്റ് ആക്ടറെ കാണാൻ പറ്റും. പക്ഷെ ഇതിൽ ഐ കുഡ് നോട്ട് സീ ദാറ്റ് പൃഥ്വിരാജ്, നോട്ട് ഈവൻ ഫോർ എ സിംഗിൾ സെക്കൻഡ്. അതായത് ഈ പടത്തിൻ്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓവറും ഈ ട്രാൻസ്ഫോർമേഷനും കാണിച്ച് തുടക്കത്തിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, ജെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഐ ഡോണ്ട് നോ. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ, വിരലിൻ്റെ നഖം വരെ അഭിനയിച്ചു എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ പല്ല് അഭിനയിച്ചു, പുള്ളിയുടെ സ്കിൻ അഭിനയിച്ചു, ഹിസ് ലാഷസ് വെയർ ആക്ടിങ്, ഹി ജസ്റ്റ് എന്താ പറയുക, ഇറ്റ് വാസ് എ പൃഥ്വിരാജ് മാജിക് ദാറ്റ് യു കുഡ് സീ ഓൺ ദ സ്ക്രീൻ എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനത്തെ സ്റ്റോറീസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുന്നതും എല്ലാം ഇംഗ്ലീഷ് മൂവീസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇത്രയും കിലോ കുറച്ചു എന്നൊക്കെയുള്ള നമ്മുടെ ഡെഫിനറ്റ്ലി സൗത്ത് ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ നമുക്ക് ആ ഒരു ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ഒരു ജേർണിയിൽ നമുക്ക് എല്ലാം അനുഭവിക്കാൻ പറ്റിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ സിനിമ തന്നത്. അതിനകത്ത് എന്ത് കാര്യം ഇപ്പം നമുക്ക് ആർക്കാണെങ്കിലും എന്തെങ്കിലും കുറ്റം കാണണം എന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സിനിമ, ആ ഫിലിം നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ്, അതൊക്കെ ഒരാൾ ശരിക്കും ലൈഫിലൂടെ കടന്നു പോയതാണ്. നജീബ് എന്ന് പറയുന്ന ഒരാൾ കടന്നു പോയതാണെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു 2.5 hours ഫിലിം അല്ല, അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷമാണത്. ഐ തിങ്ക് 3 to 4 years ഓഫ് ടൈമിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോണ്ടല്ലോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈഫിനോട് വരെ നമുക്ക് ഭയങ്കര എന്താ പറയുക, വി വിൽ ഫീൽ താങ്ക്ഫുൾ ഫോർ ദ ബ്ലെസ്സിങ്സ് ദാറ്റ് വി ഹാവ്. ബിക്കോസ് ഒരു തുള്ളി വെള്ളത്തിന് എന്നുള്ളതൊന്നും അല്ല, എനിക്കറിയില്ല. ഞാൻ സിനിമകൾ കാണുമ്പം എന്നിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. അതായത് ഒന്നിലിങ്ങനെ ശരിക്കും എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിക്കാൻ പറ്റണം, അങ്ങനെ എന്തെങ്കിലും എനിക്ക് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഈ ഒരു സിനിമ കണ്ടിട്ട് ഓൾ ടുഗെദർ ടെക്നിക്കലി ആണെങ്കിലും
വിഷ്വൽ എസ്തെറ്റിക്സ് ആണെങ്കിലും എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിനോട് നമുക്കൊരു വല്ലാത്തൊരു കൊതി തോന്നും. നമുക്കുള്ള വി വിൽ ഫീൽ ലൈക്ക് കൗണ്ടിങ് അവർ ബ്ലെസ്സിങ്സ്. അത് ഒരു ബ്ലെസ്സസിൻ്റെ എല്ലാ ഫിലിംസിനകത്തും ഈ പറയുന്ന ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് തരിക എന്നുള്ളത് ഇറ്റ്സ് ഹിസ് തിങ്. അത് ഒരു ഇത് തന്നെ. പക്ഷേ ഈ 16 വർഷം എടുത്ത് അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ വനവാസം എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയും വർഷം എടുത്ത് ഫൈനലി വന്നിരിക്കുന്ന ഈ ഒരു ഔട്ട്പുട്ടിനെ പറ്റി ഒരുപാട് എന്താ പറയുക, അതിനൊരു ക്രിട്ടിക്കലി ഒരു അനാലിസിസ് ചെയ്യാൻ പോലുള്ള ആളുണ്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്തില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. ആൻഡ് മേക്കപ്പ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം, സ്റ്റെഫി, എൻ്റെ ദൈവമേ. എനിക്ക് തോന്നുന്നു ഈ മൂവിയിൽ നമ്മുടെ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഫിലിം കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ചോദിക്കുമ്പോൾ ഹീസ് ടെലിങ് ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു എന്ന്. ശരിക്കും ഇറ്റ് ഈസ് എൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. നമുക്ക് സീറ്റിലൊരു പോയിന്റ് കഴിയുമ്പം എന്തെടുത്തത് എങ്ങനെ എന്താ അങ്ങനെ നമ്മളെ ശരിക്കും ഇറ്റ് ഹോൾഡസ്, ആ ഒരു പിൻ പോയിന്റിൽ നമ്മളെ വെക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് ബീങ് എ മ്യൂസിഷ്യൻ, ആസ് ഐ സെഡ്, കമ്മിങ് ടു ദ മ്യൂസിക്കൽ പാർട്ട്, the wonderful, the magical combo of A. Rahman sir and Rasool Pukkutti sir. അതും ഒരു എന്താ പറയുക, എൻ്റെ ദൈവം എന്താ എനിക്കറിയില്ല. ബിക്കോസ് ആ ഒരു മ്യൂസിക് നമ്മളെ ട്രാവൽ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊച്ചു നൊവാൻസസിലാണ് വലിയ എക്സൈറ്റ്മെന്റ് നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറിന് കിട്ടുന്നത്. അത് മ്യൂസിക്കിലൂടെ നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ച് തന്നിരുന്നത് വേറൊരു ഫീലിംഗ് ആണ്. അതായത് നമുക്ക് തന്നെ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, നജീബിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മ്യൂസിക് തന്നുകൊണ്ടിരുന്നത് ആ കൊച്ചു കാര്യങ്ങളുള്ള എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഹെൽപ്ലെസ്നെസ്സും നമ്മുടെ നാടിനോടുള്ള ഒരു ഇതും അങ്ങനത്തെ ആ ഒരു ഫാക്ടർ കൊണ്ടുണ്ട്. നമ്മുടെ നാടിനെയൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു പോകും. ആൻഡ് കമ്മിങ് ടു ദ റസൂൽ പുക്കുറ്റി സാർ പാർട്ട്, ഇതൊരു മരുഭൂമിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കേട്ടാൽ പോലും അതിൻ്റെ ആ ഒരു റിയൽ ക്യാരക്ടർ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക പാട്ട് നമുക്ക് കൺവേ ആവില്ല. ബിക്കോസ് അതിൻ്റെ കാറ്റും ഞാൻ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാണ്. ഓരോ ഇൻറ്റൻസ് മൊമെൻറ്റ്സിനും തന്നിരിക്കുന്ന ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് പ്രൊഡക്ഷൻ, ആ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതിലൊക്കെയാണ് ദൈവം എനിക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് ഇനി പറയാനുള്ളത് ദ വിഷ്വൽ, ദ സിനിമാറ്റോഗ്രാഫി പാർട്സ് ഓൾസോ. ആൻഡ് ദൈവം എനിക്കറിയില്ല ഓരോ ഇവരുടെയൊക്കെ ഈ ഓരോ ടെക്നീഷ്യൻസിൻ്റെയും ആക്ടേഴ്സിൻ്റെയും കരിയറിൽ തന്നെ ദി ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് ഈ ടെക്നീഷ്യൻസിൻ്റെ ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഈ ഒരു സിനിമ. ഇറ്റ്സ് എ ബ്രില്യൻ മൂവി, ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. ഈ സുനിൽ സാറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒട്ടകത്തിൻ്റെ ഇടയിലാണെങ്കിലും ആടുകളുടെ ഇടയിലൊക്കെ ആണെങ്കിലും നമ്മളങ്ങ് ഇരിക്കുന്ന പോലെയും അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് തരാൻ പറ്റി. പിന്നെ എനിക്കറിയില്ല ദെൻ ദാറ്റ് ദി ആക്ടേഴ്സ്, നമുക്ക് ഏതൊരു മലയാള പടത്തിലും വേറൊരു ഭാഷയിലുള്ള അതൊരു തമിഴ് ആക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഭാഷയിലുള്ള ഒരു ആക്ടർ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും നമുക്കൊരു മിസ്മാച്ച് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. എനിക്ക് ഇതിനകത്തുള്ള അറബികളായിക്കോട്ടെ, ദർ ഇസ് ജിമ്മി എന്ന് പറയുന്ന ഒരു ആക്ടറൊക്കെ വന്ന് എൻ്റെ ദൈവം എനിക്കൊന്നും പറയാനില്ല, ബ്രില്യൻസ് ആണ്. ഇമോഷണലി നമ്മൾ ഓരോ ആൾക്കാരുമായിട്ട് അറ്റാച്ച്ഡും ഡിറ്റാച്ച്ഡുമായി പോകും ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട്. അതുപോലെ ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു രാജേട്ടൻ്റെ വേറെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു, ദ സെയിം എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ഹി പുട്ട് ഈ ഗോകുൽ എന്ന് പറയുന്ന ആളും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും. ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഗോകുൽ ഹാസ് ഓൾസോ കിൽഡ് ഇറ്റ്. ഗോകുലൊക്കെ ഈ സിനിമയിൽ ഈ സിനിമയിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടേഴ്സില്ല, ഒരുപാട് ക്യാരക്ടേഴ്സില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ആൻഡ് ഗോകുലൊക്കെ ഇതിനകത്ത് ഹാസ് ഡൺ എനിക്കറിയില്ല, ഇറ്റ്സ് ലൈക്ക് ഐ സെഡ്, എനിക്ക് വാക്ക് കിട്ടുന്നില്ല. ബിക്കോസ് നമ്മുടെ വായിൽ വെള്ളം വറ്റിപ്പോയി ആ സിനിമ കണ്ട്. അതായിരുന്നു നമുക്ക് ആ ഫിലിം തന്ന ഒരു ഫീലിംഗ്. ആൻഡ് ഗോകുലിൻ്റെയും എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിരുന്നു പല ഏരിയാസിലും. ഇത്രയും ചാലഞ്ചിങ് ആയിട്ട് നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം അവിടെ ഹക്കീം എന്ന് പറയുന്ന ഗോകുൽ അവതരിപ്പിച്ച ക്യാരക്ടറിന് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ കിട്ടണമായിരുന്നെങ്കിൽ അത്രയും തന്നെ അഭിനയിക്കണമായിരുന്നു.
ആൻഡ് ദാറ്റ് ക്യാരക്ടർ ഓൾസോ ഡിസേർവ്സ് ഓൾ ദി അപ്ലോസ്, ഓൾ ദ അത്രയും പെയിനും ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അത്രയും ആ ഒരു ക്യാരക്ടറിന് ജീവൻ കൊടുത്തിട്ടാണ് ഗോകുലും അത് ചെയ്തിരിക്കുന്നത്. ആൻഡ് there's a scene which made ഓൾമോസ്റ്റ് അവർ സെക്കൻഡ് ഹാഫിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും ഐദർ സൈഡ് ആയിരുന്നു അല്ലെങ്കിൽ കരയായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓർത്തിരിക്കും. അതായത് നജീബ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ആ ഒരു വലിയ മനുഷ്യൻ്റെന്നോ സർവൈവറിൻ്റെന്നോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഓരോ ആളുകളെയും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലും ഓർത്തിരിക്കും. ആൻഡ് ഈ വീഡിയോ എനിക്ക് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് നീണ്ടുപോകും. പക്ഷേ ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുമ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഓരോ ഇഷ്ടപ്പെടുന്ന സിനിമകൾ കാണുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് ആ സിനിമ തരുന്ന ഒരു ഫീലിംഗ് ഉണ്ട് വെൻ വി ലീവ് ദ തിയേറ്റേഴ്സ്. ഇതിന് എനിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് ജെനുവൻലി സ്പീക്കിംഗ് ഇറ്റ് ലെഫ്റ്റ് മീ ഇൻ പ്രയേഴ്സ് ആൻഡ് ഗ്രേറ്റ്ഫുൾനെസ് ആൻഡ് ഓൾ സച്ച് മിക്സഡ് ഇമോഷൻസ് ഓഫ് ദി എന്താ പറയുക ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ ഇമോഷൻസിൻ്റെ മിക്സഡ് ഒരു അവസ്ഥയിലാണ് ഐ എം ഇൻ റൈറ്റ് നൗ. ആൻഡ് ഐ സിൻസിയർലി എം പ്രേയിങ് ദാറ്റ് ദിസ് മൂവി മേക്സ് ഇറ്റ് വേ ടു ദ ഓസ്കേഴ്സ്. അത് ഇതിനകത്ത് ഓരോ അഭിനയിച്ചവരാണെങ്കിലും ഡയറക്റ്റ് ചെയ്ത ബ്ലെസ്സി സർ ആണെങ്കിലും ബെന്യാമിൻ സാറിൻ്റെ എല്ലാവരുടെയും ഒരു വലിയ this movie has a lot of heart and soul and effort and years and time and pain and sweat in it. So അതുകൊണ്ട് തന്നെ ഈ സിനിമ ഓസ്കറിൻ്റെ സ്റ്റെപ്സിലേക്കും ആ ഒരു മിനിമം ഓസ്കറിൻ്റെ സ്റ്റെപ്സിലേക്കും ആ ഒരു പേരിന് മിനിമം ആ ഓസ്കർ ലെവൽസിലേക്ക് തന്നെ എത്താൻ ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ്. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും ബ്രില്യൻസുമാണ് ഈ സിനിമ. സോ മിനിമം ഒരു ഓസ്കർ എങ്കിലും കിട്ടട്ടെ. അതുപോലെ ഇത്രയും നല്ലൊരു സിനിമ തന്ന് എന്നെ മൂവ് ചെയ്തു. ദിസ് മൂവി മൂവ്ഡ് മീ. സോ ഇതൊരു എക്സ്പീരിയൻസ് ആക്കി തന്ന് നമുക്കുള്ള പല കാര്യങ്ങളെയും നമ്മൾ വാല്യൂ ചെയ്യാന്നുള്ള ഒരു ഇമ്പാക്റ്റും കൂടെ തന്ന് വിട്ടതിന് ബ്ലെസ്സി സാറിനും ടീമിനും പൃഥ്വിരാജ് സുകുമാരൻ രാജേട്ടനൊക്കെയും താങ്ക് യു സോ മച്ച്. മസ്റ്റ് വാച്ച്.